പാദങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന് ആളുകളുടെ നമസ്കാരം, സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബാറിലെ പോലീസുകാരുടെ തമ്മിലടിയിൽ അന്വേഷണത്തിന് ഡിജിപിയുടെ ഉത്തരവ്. ഗുണ്ടാ സാന്നിധ്യം സ്ഥിരീകരിച്ചു. നടപടി ന്യൂസ് 18 വാർത്തയിൽ. നിശാ ക്ലബിൽ ഗുണ്ടാ സംഘങ്ങളുടെ തമ്മിലടിയിൽ 2 പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് ഓം പ്രകാശിന്റെ കൂട്ടാളികൾ. ഓം പ്രകാശിനും ഷാജനുമെതിരെ കേസെടുത്ത ഫോർട്ട് പോലീസ്. ന്യൂസ് 18 ഇംപാക്ട്. വൈദ്യുതി ചാർജ് ഇനി കൂട്ടേണ്ടി വരില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ദീർഘകാല കരാർ റദ്ദാക്കിയത് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ചാർജ് വർധനയില്ല. സുപ്രീം കോടതിയിൽ നിന്ന് പ്രതികൂല വിധി വന്നാലേ ചാർജ് വർധനവിനെ കുറിച്ച് ആലോചിക്കൂവെന്നും മന്ത്രി. ഇന്നും നാടെങ്ങും അപകടങ്ങൾ. കൂടലിൽ ടിപ്പർ ലോറി ഇടിച്ച് 1 മരണം. പാലായിൽ ലോറിക്ക് പിന്നിൽ കാറിടിച്ച് അമ്മയ്ക്കും മകൾക്കും പരുക്ക്. മണ്ണുത്തി വാളയാർ ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച് മറിഞ്ഞു. മുക്കത്ത് അപകടത്തിൽപ്പെട്ടത് ഒമ്നി വാൻ. വഴിയാത്രക്കാരനെ കുരുക്കി വലിച്ച് ഗുഡ്സ് ഓട്ടോയിലെ കുട. വയോധികൻ വൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. അമ്പരപ്പ് മാറാതെ കക്കോടി സ്വദേശി മാധവൻ നമ്പീശനും കുടുംബവും. വടകരയിൽ സ്വകാര്യ ബസ് പണിമുടക്ക് 4ാം ദിവസത്തിൽ. സമരം തണ്ണീർപന്തൽ വില്യപ്പള്ളി ആയഞ്ചേരി റൂട്ടിൽ. തൊഴിലാളികളെ മർദ്ദിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം. അധിക സർവീസ് തുടങ്ങി KSRTC. എക്സൈസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ അബ്കാരി കേസ് പ്രതിയുടെ അതിക്രമം. ഉദ്യോഗസ്ഥന്റെ ഭാര്യയ്ക്ക് പരുക്ക്. വീടിന്റെ ജനൽ ചില്ലും തകർത്തു. കാറിൽ കല്ലുകൊണ്ടിടിച്ചും പരാക്രമം. പ്രതി രാകേഷ് അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ബാറിലെ പോലീസുകാരുടെ തമ്മിലടിയിൽ അന്വേഷണത്തിന് ഡിജിപിയുടെ ഉത്തരവ്. ഗുണ്ടാ സാന്നിധ്യം സ്ഥിരീകരിച്ചു. നടപടി ന്യൂസ് 18 വാർത്തയെ തുടർന്ന്. വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് തിരുവനന്തപുരത്തെ ഈ മാസം 4-ാം തീയതി, ഡിസംബർ 4-ാം തീയതിയാണ് തിരുവനന്തപുരത്തെ ഒരു പുതിയ ഹോട്ടലിൽ, അത് ബാർ ഹോട്ടലായി ഉയർത്താൻ പോകുന്ന ഹോട്ടലാണ്, ബാർ ലൈസൻസ് സപ്ലൈയുടെ ഹോട്ടലാണ്. അവിടെ ഹോട്ടലിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പെരുക്കടയിലെ വഴയിലയിലെ ഹോട്ടലിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ഉടമ നടത്തിയ പാർട്ടിയിലാണ് തലസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർമാർ തമ്മിലടിച്ചത്. ഒരാൾ SCRBയിലെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ ഉദ്യോഗസ്ഥരാണ്, മറ്റേയാൾ ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടറാണ്. 2 ഉദ്യോഗസ്ഥർ തമ്മിൽ അടിച്ചത്. മദ്യപാന ശേഷമുള്ള തർക്കമാണ് അടിയിലേക്ക് പോയത്. അവിടെ ഗുണ്ടകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഓംപ്രകാശ് അടക്കമുള്ള തലസ്ഥാനത്തെ കുപ്രസിദ്ധരായ ഗുണ്ടകൾ ഈ പാർട്ടിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഉണ്ടായിരുന്നു. ചിലർ സർക്കിൾ ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ള പോലീസുകാർക്കൊപ്പം മദ്യപിച്ചു. അതിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടറൊപ്പം വന്ന ഷാഡോ പോലീസിലെ മുൻ ഉദ്യോഗസ്ഥർ പോലീസുകാർ ഈ സർക്കിൾ ഇൻസ്പെക്ടറെ മർദ്ദിക്കുകയും ചെയ്തു. അത്തരത്തിൽ പോലീസ് നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് ഡിസംബർ 4-ന് വഴയിലയിലെ ഹോട്ടലിൽ ഉണ്ടായത്. ന്യൂസ് 18 ഈ വാർത്ത പുറത്തുവിട്ടത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഓഫീസ് ഇടപെടുകയും സംസ്ഥാന ഇന്റലിജൻസ് മേധാവിയോട് ADGPയോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തത്. ADGP സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിലാണ് ഈ പോലീസുകാർ മദ്യപിച്ച് തമ്മിലടിച്ചു എന്ന കാര്യം സ്ഥിരീകരിക്കുന്നത്. മാത്രമല്ല, ഗുണ്ടകളുടെ സാന്നിധ്യവും ഈ റിപ്പോർട്ടിൽ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഓം പ്രകാശ്, അതുപോലെ തന്നെ മറ്റ് 2 ക്രിമിനൽ കേസ്, പ്രധാനപ്പെട്ട 2 ക്രിമിനൽ കൂടിയ, ഒരാൾ മരുതൻകുഴി അമ്പിളിയാണ്, മറ്റൊരാൾ കാഞ്ഞിരമ്പാറ അബു തുടങ്ങിയ 3 ക്രിമിനലുകൾ. അവർക്കൊപ്പം മറ്റു ചില ആളുകൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. ആ പേരുകൾ വ്യക്തമായി ഇപ്പോൾ ലഭ്യമായിട്ടില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ഒരു IPS ഉദ്യോഗസ്ഥരും, ഒരു കൺഫേർഡ് IPS, അദ്ദേഹം IPSലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. മറ്റൊരു SP, പ്രധാനപ്പെട്ട ഒരു SP-യും ആ മദ്യസത്കാര സദസ്സിൽ ഉണ്ടായിരുന്നു. SP ആകട്ടെ കുടുംബസമേതമാണ് അവിടെ എത്തിയത്. അവിടെയാണ് ഈ ഗുണ്ടകളുടെ മുന്നിൽ വെച്ച് പോലീസുകാർ, സർക്കിൾ ഇൻസ്പെക്ടർമാർ തമ്മിലടിച്ചത്. പോലീസ് സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കിയ സംഭവം. ഇതിൽ കർശന നടപടി വേണമെന്ന നിർദ്ദേശമാണ് സംസ്ഥാന പോലീസ് മേധാവി എടുത്തതെന്ന് അറിയുന്നു. ADGPയുടെ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പങ്കെടുത്ത ആളുകളുടെ പേരുവിവരങ്ങൾ ഉൾക്കൊള്ളിച്ച റിപ്പോർട്ടാണ് ADGP
നൽകിയിരിക്കുന്നത്. വൈകാതെ അന്വേഷണമുണ്ടാകും. അന്വേഷണത്തിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും ഉണ്ടാകും. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിശാ ക്ലബ്ബിൽ ഗുണ്ടാ സംഘങ്ങളുടെ തമ്മിലടിയിൽ 2 പേർ അറസ്റ്റിൽ. ഓംപ്രകാശിന്റെ കൂട്ടാളികളെയാണ് അറസ്റ്റ് ചെയ്തത്. കേസിൽ ഓംപ്രകാശും എയർപോർട്ട് ഷാജനും ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഫോർട്ട് പോലീസ് കേസെടുത്തു. IFFK വേദിയിലെ ഓംപ്രകാശിന്റെ സാന്നിധ്യത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം തുടങ്ങി. നഗരത്തിൽ പോലീസ് രാത്രി പരിശോധന ശക്തമാക്കിയ വെള്ളിയാഴ്ചയായിരുന്നു ഈഞ്ചക്കയിലെ നിശാ ക്ലബ്ബിൽ ഗുണ്ടാ സംഘങ്ങളുടെ ഏറ്റുമുട്ടൽ. ഡാൻസ് ബാറിലെ DJ പാർട്ടി തടസ്സപ്പെടുത്താൻ ഓംപ്രകാശും കൂടെയുണ്ടായിരുന്ന നിതിനും ശ്രമിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് പോലീസ് പറയുന്നു. DJയിൽ പങ്കെടുത്തിരുന്ന ഡാനിയുമായാണ് ആദ്യം തർക്കമുണ്ടായത്. പിന്നാലെ ഡാനിയുടെ പിതാവ് എയർപോർട്ട് ഷാജന്റെ നേതൃത്വത്തിൽ വൻസംഘം ബാറിലേക്ക് എത്തി. ഇരു സംഘങ്ങളുമായി ഏറ്റുമുട്ടലുണ്ടായി. സംഘർഷത്തിൽ ഓംപ്രകാശിനും നിതിനും പരിക്കേറ്റു. ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടതോടെയാണ് ഫോർട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ഇന്നലെ 75ഓളം പേരെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. ഈ കേസിലാണ് വലിയതുറ സ്വദേശി ബ്രിട്ടോ, തിരുമല സ്വദേശി അരുൺ എന്നിവരെ മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് ഇവരെ ഫോർട്ട് പോലീസിനെ കൈമാറി. ബാറിലെ സംഘർഷത്തിന്റെ അടുത്ത ദിവസം ഓംപ്രകാശും സംഘാംഗങ്ങളും മണിക്കൂറുകളോളം IFFK പ്രധാന വേദിയിലുണ്ടായിരുന്നു. ഇതിലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ പാറ്റൂരിലെ വെട്ടുകേസിൽ ഓംപ്രകാശിനെ രക്ഷപ്പെടാൻ സഹായിച്ചവരെ കുറിച്ചുള്ള അന്വേഷണവും പാതിവഴിയിലാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള ഇയാളുടെ ബന്ധമാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. വൈദ്യുതി ചാർജ് ഇനി കൂട്ടേണ്ടി വരില്ലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. ദീർഘകാല കരാർ റദ്ദാക്കിയത് പുനഃസ്ഥാപിക്കുന്നതിൽ സുപ്രീം കോടതിയിൽ നിന്ന് പ്രതികൂല വിധി വന്നാലേ ചാർജ് വർധനവിനെക്കുറിച്ച് ആലോചനയുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ സുപ്രീം കോടതി പോയി സുപ്രീം ആപ്റ്റലിന് കൊടുത്തു. ആപ്റ്റലിന്റെ വിചാരണയും കഴിഞ്ഞു. ഇനി കുറച്ച് ദിവസം കൊണ്ട് അതിന്റെ വിധി ഉണ്ടാവും. നമ്മൾ ഈ റദ്ദ് ചെയ്തത് ക്യാൻസൽ ചെയ്യണം എന്നിട്ട് കൊടുത്തതാണല്ലോ. അപ്പോൾ സുപ്രീം കോടതി പോയി ആപ്റ്റലിന് കൊടുത്തു വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വിചാരണ കഴിഞ്ഞു. ഇനി ഈ ആഴ്ചയുടെ ഉള്ളിൽ ഒരു തീരുമാനം ഉണ്ടാകുന്ന അനുകൂല വിധി ഉണ്ടെങ്കിൽ കൂട്ടേണ്ടി വരില്ല. വരില്ല. അപ്പോൾ അവർ തരുമല്ലോ, അവർ സപ്ലൈ ചെയ്യും. അപകടം പേടിക്കാതെ യാത്ര ചെയ്യാനാകണം. റോഡ് അപകടങ്ങൾ തടയാൻ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോഴും ഇന്ന് നാടെങ്ങും അപകടങ്ങൾ. ഞായറാഴ്ച പുലർച്ചെ 4 പേരുടെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടായ പത്തനംതിട്ട കൂടലിന് സമീപമുണ്ടായ അപകടത്തിൽ ഇന്ന് ഒരാൾ മരിച്ചു. പാലക്കാട് വടക്കാഞ്ചേരിയിലും കോട്ടയം പാലായിലും കോഴിക്കോട് മുക്കത്തും അപകടങ്ങളുണ്ടായി. കഴിഞ്ഞ ദിവസം 4 പേർക്ക് ജീവൻ നഷ്ടമായ കൂടലിലെ അപകടസ്ഥലത്തിന് 1 കിലോമീറ്റർ അകലെയാണ് ഇന്നും അപകടമുണ്ടായത്. പിന്നോട്ടെടുത്ത ടിപ്പർ ലോറി ഇടിച്ച് കൂടൽ സ്വദേശി ഗംഗാധരൻ മരിച്ചു. കോട്ടയം പാലായിൽ നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പിന്നിൽ കാറിടിച്ചാണ് അമ്മയ്ക്കും മക്കൾക്കും പരിക്കേറ്റത്. എലിക്കുളം സ്വദേശി ജയലക്ഷ്മിയും ഇവരുടെ 4ഉം 1ഉം വയസ്സുള്ള കുട്ടികളും ചികിത്സയിലാണ്. പുലർച്ചെ 3:30 പൊൻകുന്നം റോഡിൽ ചരളയിലായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണം. മുക്കം അരീക്കോട് റോഡിൽ ഒമ്നി വാൻ പോസ്റ്റിലിടിച്ചു കയറി യാത്രക്കാർക്ക് പരിക്കുപറ്റി. മണ്ണുത്തി വാളയാർ ദേശീയപാതയിലും ഇന്ന് അപകടമുണ്ടായി. മംഗലത്ത് വച്ച നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച് മറിയുകയായിരുന്നു. പരിക്കേറ്റ ചീരക്കുഴി സ്വദേശി അഷ്റഫും പാലക്കുഴി സ്വദേശി ജോമോനും ചികിത്സയിലാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഗുഡ്സ് ഓട്ടോയിലെ വലിയ കുട കുടുങ്ങി റോഡിലേക്ക് തെറിച്ചു വീണ വയോധികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ട ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൻ വൈറലായി മാറിയിരിക്കുന്നു. തലനാരിഴയ്ക്ക് വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് ദൃശ്യങ്ങളിൽ കണ്ട കോഴിക്കോട് കക്കോടി സ്വദേശിയായ മാധവൻ നമ്പീശൻ. മറ്റൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന ആശ്വാസത്തിലാണ് മാധവൻ നമ്പീശന്റെ സഹോദരനും. ഞാൻ കക്കോടി ഭാഗത്ത് നടന്നു പോകുമ്പോൾ ഇത് വന്ന് തട്ടിപ്പോയി. അപ്പം വീണു. കക്കോടി ഭാഗത്തേക്ക് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വീട്ടിലേക്കുള്ള സാധനം വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. ഓട്ടോ വരുന്ന ഞാൻ കണ്ടീനു. പിന്നെ ഇപ്പോൾ ഈ ന്യൂസ് ഇത് കണ്ടതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് എങ്ങനെയാണ് ഉണ്ടായതെന്നൊക്കെ ഇത് കണ്ടിട്ടാണ് മനസ്സിലാവുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സഹോദരനും കൂടെ നമുക്കൊപ്പം ഉണ്ട്. കണ്ടപ്പോൾ ഒരു പേടി തോന്നിയോ? പെട്ടെന്ന് കാണുമ്പോൾ ഒരു അല്ലേ എന്താ പറഞ്ഞുകൊണ്ട് കഴിച്ചില്ല. കാഴ്ച കാണുമ്പം ആളെങ്ങനെ ഈ രൂപത്തിൽ നോക്കിയിട്ട് വിചാരിച്ചില്ല. അപ്പം പിറ്റേന്ന് ഇന്നലെയാണ് ഇതിൻ്റെ വിവരം അറിയുന്നത്.
ഇപ്പം എന്താ പറ്റിയത് എങ്ങനെയാണെന്നുള്ള ഇപ്പം പിന്നല്ലേ അറിയുന്നുള്ളൂ. അതുകൊണ്ട് വേറെ ഒന്നും പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സമാധാനം. വടകര തണ്ണീർപ്പന്തൽ വില്യപ്പള്ളി ആയഞ്ചേരി റൂട്ടിൽ സ്വകാര്യ ബസ് പണിമുടക്ക് 4ാം ദിവസത്തിലേക്ക്. തൊഴിലാളികളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പണിമുടക്ക്. ഇതോടെ യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടിലാണ്. KSRTC അധിക സർവീസ് തുടങ്ങിയിട്ടുണ്ട്. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തം. കോഴിക്കോട് മുക്കം KSEB ഓഫീസിലേക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. KPCC ജനറൽ സെക്രട്ടറി K. ജയന്ത് ഉദ്ഘാടനം ചെയ്തു. ട്രെയിനിൽ യാത്രക്കാരുടെ മാല കവർന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. വല്ലപ്പുഴ കുറുവട്ടൂർ സ്വദേശി ഷാഹുൽ ഹമീദിനെയാണ് പിടികൂടിയത്. ഷൊർണൂർ നിലമ്പൂർ ട്രെയിനിൽ യാത്ര ചെയ്ത നിലമ്പൂർ സ്വദേശിയുടെ മാലയാണ് കവർന്നത്. എക്സൈസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ അബ്കാരി കേസ് പ്രതിയുടെ അതിക്രമത്തിൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസറുടെ ഭാര്യയ്ക്ക് പരുക്കേറ്റു. പ്രതി രാകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അനധികൃത മദ്യവിൽപ്പനയിലെടുത്ത കേസിന്റെ വൈരാഗ്യത്തിലായിരുന്നു അതിക്രമം. ഞായറാഴ്ച വൈകിട്ടാണ് എക്സൈസ് ഉദ്യോഗസ്ഥനും പറവൂർ കെടാമംഗലം സ്വദേശിയുമായ ഹനീഷിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. ഹനീഷിന്റെ അയൽവാസി കൂടിയായ രാകേഷാണ് അതിക്രമം നടത്തിയത്. വീടിന്റെ പോർച്ചിലുണ്ടായിരുന്ന കാറിന്റെ ബോണറ്റ് കരിങ്കല്ല് കൊണ്ട് ഇടിച്ച് കേടുപാട് വരുത്തി. വീടിന്റെ ജനൽ ചില്ലും തകർത്തു. 4 തവണയായി ഉണ്ടായ ആക്രമണത്തിൽ പ്രതി വീട്ടിലേക്ക് കുപ്പിയും വലിച്ചെറിഞ്ഞു. ഇന്നലെ വൈകുന്നേരം എൻ്റെ വീട്ടിൽ ഒരു 3:30 കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഓഫീസിലായിരുന്നു. എൻ്റെ വൈഫും എൻ്റെ അമ്മയും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ. ഈ രാകേഷ് എന്ന് പറഞ്ഞ ആൾ വീട്ടിൽ കയറി വന്നിട്ട് എൻ്റെ കാറിനും എൻ്റെ വീടിൻ്റെ ചില്ലും ഒക്കെ തല്ലി തകർത്ത് പോയി. പിന്നെ രാത്രി 11 മണിയായപ്പോൾ വന്നു. അപ്പോഴും ഇതുപോലെ ചില്ലറിഞ്ഞപ്പോൾ പോലീസുകാരെ വിളിച്ച് പോലീസ് വണ്ടി വന്നു. പിന്നെ 1 മണിക്ക് വന്നു. പിന്നെ രാത്രി 2 മണിക്ക് വന്നിട്ടാണ് വീണ്ടും ഇതുമായുള്ള അതിക്രമങ്ങൾ ചെയ്തേക്കുന്നത്. ഭാര്യയും മകനും അമ്മയും മാത്രമായിരുന്നു പകൽ സമയത്ത് നടന്ന ആക്രമണത്തിൽ വീട്ടിലുണ്ടായിരുന്നത്. പ്രതി രാകേഷിനെ പറവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 കൊച്ചി. ഇടുക്കി മാങ്കുളം ആനക്കുളത്ത് കാട്ടാനയെ അവശനിലയിൽ കണ്ടെത്തി. ആനയുടെ വലതു മുൻകാലിന് അസുഖം ബാധിച്ചിട്ടുണ്ടാകുമെന്നാണ് അധികൃതരുടെ നിഗമനം. പിടിയാനയെയാണ് അവശനിലയിൽ കണ്ടത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി ഡോക്ടറും ആനയെ നിരീക്ഷിച്ചു വരികയാണ്. മലപ്പുറം വളാഞ്ചേരിയിൽ വാർഡിലെ മുഴുവൻ വീടുകളിലേക്കും അടുക്കളത്തോട്ടത്തിലേക്ക് ആവശ്യമായ പച്ചക്കറി തൈകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഒരു കൗൺസിലർ. വളാഞ്ചേരി നഗരസഭയിലെ വാർഡ് കൗൺസിലറായ ഈസ നമ്പ്രാത്താണ് പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. വീട്ടിലുണ്ടാക്കിയെടുത്ത പച്ചക്കറി തൈകൾക്കൊപ്പം വിത്തുകളും വിതരണം ചെയ്യുന്നുണ്ട്. ഒഴിവുവേളകളിൽ കുടുംബത്തോടൊപ്പം നിരവധി പച്ചക്കറികളാണ് വീട്ടിൽ ഈസ നട്ടുവളർത്തുന്നത്. വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ലഭിക്കാൻ തുടങ്ങിയപ്പോൾ അത് മറ്റുള്ളവരിലേക്കും എങ്ങനെ എത്തിക്കുമെന്ന ചിന്തയിലാണ് തന്റെ വാർഡിലെ മുഴുവൻ വീടുകളിലേക്കുമുള്ള പച്ചക്കറി തൈകളും വിത്തുകളും ഉണ്ടാക്കി തുടങ്ങിയത്. വെണ്ട, വഴുതന, തക്കാളി, പച്ചമുളക് എന്നിവയുടെ തൈകളും വിത്തുകളുമാണ് കൗൺസിലർ നിർമ്മിച്ചെടുക്കുന്നത്. വാർഡിലെ 320 വീടുകളിലേക്കും ഇവ എത്തിക്കാനാണ് തീരുമാനം. ജൈവവളം ഉപയോഗിച്ചാണ് ഈസ വീടിനോട് ചേർന്ന പറമ്പിൽ കൃഷി ആരംഭിച്ചത്. വളാഞ്ചേരി നഗരസഭയുടെ സമഗ്ര പച്ചക്കറി കൃഷി എന്ന പദ്ധതിയുടെ ഭാഗമായി കൃഷിഭവനിൽ നിന്നും ലഭിച്ച തൈകളും സ്വന്തമായി വാങ്ങിയവയും ചേർത്താണ് കുറച്ചു നാളുകൾക്ക് മുൻപ് കൃഷി ആരംഭിച്ചത്. ഭാര്യയും മക്കളും മറ്റു ബന്ധുക്കളുമെല്ലാം കൃഷിയിടത്തിൽ ഒപ്പമുണ്ട്. ആവശ്യമായ വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് തെളിയിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരിലേക്കും ആശയം എത്തിച്ച് മാതൃകയാവുകയാണ് ഈ കൗൺസിലർ. ന്യൂസ് 18 വളാഞ്ചേരി. പത്തനംതിട്ട റാന്നിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ പിടിയിൽ. എറണാകുളത്ത് നിന്നാണ് 3 പേരെയും പിടികൂടിയത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, എന്താണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? അതിലെ റാന്നിയിലെ കാറിടിച്ച് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. 3 പേരാണ് പിടിയിലായിട്ടുള്ളത്. റാന്നി ചേത്തക്കൽ സ്വദേശികളായ അരവിന്ദ്, അജോ, ശ്രീകുട്ടൻ എന്നീ 3 പ്രതികളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇന്നലെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. റാന്നിയുടെ ബിവറേജിന് മുന്നിൽ വെച്ച് വാക്ക് തർക്കം പരസ്പരം ഉണ്ടാകുകയും ഈ പ്രതികളും ഈ കൊല്ലപ്പെട്ട അമ്പാടിയും തമ്മിൽ വാക്ക് തർക്കം ഉണ്ടാകും. തുടർന്ന് അതിനുശേഷം അവിടെ നിന്നും ഇവര് അമ്പാടി പോയതിനു ശേഷം വഴിയിൽ നിൽക്കുന്ന സമയത്താണ് കാറ്
ഇടിച്ച് ഇവർ കൊലപ്പെടുത്തിയത്. കൊലപ്പെടുത്തിയ ശേഷം ഇവർ കാർ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. എറണാകുളത്താണ് പോയിട്ടുള്ളതെന്നാണ് പോലീസിന് ഷാഡോ പോലീസിന് വിവരം ലഭിക്കുകയും പ്രത്യേക അന്വേഷണ ടീമാണ് ഇവരെ ഇപ്പോൾ എറണാകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വൈകിട്ടോടുകൂടി ഇവരെ കൊണ്ടുവരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആദ്യം ഒരു അപകട മരണമെന്ന നിലയ്ക്കാണ് ഇതിനെ കണ്ടിരുന്നത്. അത് പിന്നീട് ഈ മൃതദേഹത്തിലെ പാടുകളും ഒക്കെയാണ് സംശയം ബലപ്പെടാൻ കാരണം. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇത് കൊലപാതകമെന്ന് കാറിടിച്ച് കൊലപ്പെടുത്തിയെന്നുള്ള രീതിയിലേക്ക് പോലീസ് എത്തിയത്. അതിന് കാരണം പിന്നീടുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ ഇവർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയതായും വാക്കേറ്റമുണ്ടായതായും പിന്നീട് കണ്ടെത്തുകയായിരുന്നു. എന്തായാലും ഒരു ഗുണ്ടകളുടെ ഒരു രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെയും ഇവർ തമ്മിൽ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിൽ വൈരാഗ്യത്തിന്റെ ഭാഗമായിട്ടുള്ള വാക്കേറ്റങ്ങളും തർക്കങ്ങളും ഉണ്ടായിട്ടുള്ളതായിട്ടാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ കേവലം ഈ ഒരു വാക്കുതർക്കത്തിന്റെ പേരിൽ മാത്രം കാറിടിച്ച് കൊലപ്പെടുത്തിയത് അല്ല എന്നുള്ള ഒരു നിഗമനം കൂടി പോലീസിനുണ്ട്. മുൻപും ഇവർ ഗുണ്ടകൾ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ നിലനിന്നിട്ടുണ്ട്. അതിന്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ കാറിടിച്ച് കൊലപ്പെടുത്താനുണ്ടായ കാരണമെന്നാണ്. അത് മുൻപ് വൈരാഗ്യമുണ്ട് എന്ന് തന്നെ പോലീസ് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം ഉണ്ടായതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. എന്തായാലും പ്രതികളെ 3 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ചേത്തക്കൽ റാന്നി, ചേത്തക്കൽ സ്വദേശികളായ അരവിന്ദ്, ശ്രീകുട്ടൻ, അജു എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഈ അരവിന്ദാണ് കാർ ഓടിച്ചിരുന്നത്. കാറ് ഇടിച്ചിട്ടതിന് ശേഷം റാന്നി മന്ദവരുതി വെച്ചാണ് അമ്പാടിയെ കാറ് ഇടിച്ച് കൊലപ്പെടുന്നത്. അതിന് ശേഷം ആ സംഭവ സ്ഥലത്ത് നിന്ന് പ്രതികൾ വേഗത്തിൽ തന്നെ കാർ ഓടിച്ച് രക്ഷപ്പെടുകയും പിന്നീട് കാറ് ഉപേക്ഷിച്ചതിന് ശേഷമാണ് എറണാകുളത്തേക്ക് പോയിട്ടുള്ളതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും 3 പ്രതികളും പിടിയിലായിരിക്കുന്നു. പിടിയിലായവരെ വ്യക്തമായി ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും മറ്റുള്ള നടപടിയിലേക്ക് കടക്കുക. റാന്നിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികൾ പിടിയിലായിരിക്കുകയാണ്. മുൻ വൈരാഗ്യത്തെ തുടർന്നാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിവരങ്ങൾ നൽകിയത് ശശിനാരായണൻ. മറ്റു വാർത്തയിലേക്ക്. യൗവനത്തിന്റെ ഓർമ്മകളെ താലോലിച്ച് നിശാഗന്ധിയിൽ വീണ്ടും അവർ ഒത്തുകൂടി. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ച മറക്കില്ലൊരിക്കലും എന്ന പരിപാടിയിലാണ് താരസംഗമം വേദിയായത്. 1950 മുതൽ മലയാള ചലച്ചിത്ര രംഗത്ത് നിറസാന്നിധ്യമായി മാറിയ പ്രതിഭകളാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായി ഒത്തുചേർന്നത്. മലയാള ചലച്ചിത്ര രംഗത്തിന്റെ ചരിത്രത്തിലേക്ക് കൂടിയുള്ള തിരിഞ്ഞുനോട്ടമായി മാറി ഈ ഒത്തുചേരൽ. ടി.ആർ. ഓമന മുതൽ ശാന്തി കൃഷ്ണ വരെ 1950 മുതൽ 3.5 ദശാബ്ദത്തോളം മലയാള സിനിമയിൽ സാന്നിധ്യമറിയിച്ച താരങ്ങളാണ് വീണ്ടും ഒത്തുകൂടിയത്. ചലച്ചിത്രമേളയുടെ ഭാഗമായി പഴയകാല സ്മരണകളിൽ ഒഴിച്ചുകൂടാനാകാത്ത 21 അഭിനേത്രികൾ നിശാഗന്ധിയിലെ വേദിയിൽ ഒത്തുചേർന്നു. നടിമാരായ രാജശ്രീ, കെ.ആർ. വിജയ, മല്ലിക സുകുമാരൻ, മേനക, ജലജ, വിധുബാല തുടങ്ങിയവരും ആദരവേറ്റുവാങ്ങാനെത്തി. ഇങ്ങനെയൊരു കൂടിച്ചേരൽ സാധ്യമാക്കാനായതിന്റെ സന്തോഷം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറും പങ്കുവച്ചു. മലയാള സിനിമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം മുതൽ വെള്ളിത്തിരയെ സമ്പന്നമാക്കിയ പഴയകാല താരങ്ങളെ സാംസ്കാരിക വകുപ്പിനു വേണ്ടി മന്ത്രി സജി ചെറിയാനും പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. മാലിന്യമുക്ത നവകേരളം ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിൻ 3ാം ഘട്ട സംസ്ഥാന ഉദ്ഘാടനം പാലക്കാട് തൃത്താലയിൽ നടന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരണം കൊണ്ട് ബോധം വീഴുമെങ്കിൽ നാടെന്നേ നന്നായേനെയെന്ന് മന്ത്രി എം പി രാജേഷ് അഭിപ്രായപ്പെട്ടു. പാലക്കാട് തൃത്താല ഗ്രാമപഞ്ചായത്തിലുള്ള കണ്ണനൂർ തോട് വീണ്ടെടുക്കാനുള്ള ശുചീകരണ പ്രവർത്തനങ്ങളോടെയാണ് ഹരിത കേരള മിഷൻ സംഘടിപ്പിക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിന്റെ 3ാം ഘട്ടത്തിന് സംസ്ഥാനത്ത് തുടക്കമിട്ടത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്താകെയുള്ള നീർച്ചാലുകൾ ജനങ്ങളെയാകെ അണിനിരത്തി ജനപങ്കാളിത്തത്തോടെ വൃത്തിയാക്കി പുനരുജ്ജീവിപ്പിക്കുന്നതിന് ഹരിത കേരള മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. കേരളത്തെ മാതൃകാപരമായ രീതിയിൽ ശുചിത്വമുള്ള സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാർ മാലിന്യമുക്തം നവകേരളം പ്രഖ്യാപിച്ചത്. ജനകീയ ക്യാമ്പയിനിൽ സംസ്ഥാനത്തെ മുഴുവൻ നീർച്ചാലുകളും ജലസ്രോതസ്സുകളും ശുചീകരിച്ച് വീണ്ടെടുക്കുന്ന പ്രവർത്തനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, തദ്ദേശ സാരഥികൾ, ഹരിത കേരള മിഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 തൃത്താല. മുനമ്പം നിരാഹാര സമരം 64ാം ദിവസത്തിൽ. മുനമ്പത്ത് ഐക്യദാർഢ്യവുമായി പോണേക്കര സെന്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളിയിൽ നിന്നുള്ള പ്രതിനിധികൾ സമരപ്പന്തലിൽ എത്തി. ഇടവക വികാരി
ഫാദർ ബിബു ആന്റണി കാടംപറമ്പലിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ വിവിധ സംഘടനാ ഭാരവാഹികളാണ് സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാനെത്തിയത്. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ കാനന പാത വഴി എത്തുന്നവർക്ക് ദർശനത്തിന് പുതിയ സൗകര്യമൊരുങ്ങുന്നു. എരുമേലി വഴി എത്തുന്നവർക്ക് നേരിട്ട് വാവർ നട വഴി പ്രവേശനം നൽകാനാണ് തീരുമാനം. നേരത്തെ പുല്ലുമേട് വഴി വരുന്നവർക്ക് മാത്രമായിരുന്നു ഈ സൗകര്യമുണ്ടായിരുന്നത്. ഭക്തരുടെ ആവശ്യം പരിഗണിച്ചാണ് ദേവസ്വം ബോർഡും സർക്കാരും പുതിയ സൗകര്യമൊരുക്കുന്നത്. എരുമേലി വഴി കരിമല താണ്ടിയെത്തുന്ന ഭക്തർ വാഹനങ്ങളിൽ യാത്ര ചെയ്തെത്തുന്നവർക്കൊപ്പം പിന്നെയും മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട സാഹചര്യമായിരുന്നു. ഇതൊഴിവാക്കാനാണ് പ്രത്യേക പാസ് നൽകി കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുന്നത്. നീലിമല കയറാതെ സ്വാമിയയ്യപ്പൻ റോഡ് വഴി ഇവർക്ക് സന്നിധാനത്തെത്താം. നടപ്പന്തലിലും ഇവർക്ക് വരി നിൽക്കേണ്ടതില്ല. നേരെ വാവര് നടയ്ക്ക് സമീപത്തെ പ്രവേശന കവാടത്തിലൂടെ 18ാം പടിയിലെത്താം. അവിടുന്ന് വരുന്ന ഭക്തർക്ക് 18 കിലോമീറ്റർ നടന്നു വരുന്നവരാണ്. അവരെ വീണ്ടും ഈ ക്യൂ നിർത്തുക എന്ന് പറയുന്നത് ഒരു ശരിയല്ല എന്നുള്ള ഒരു നിർദ്ദേശം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അവിടുന്ന് വരുന്നവർക്ക് മാത്രമായി പ്രത്യേക ഒരു ടാഗ് കൊടുക്കും. നടപ്പന്തലിൽ പോലും ക്യൂ നിൽക്കാതെ പുൽമേട് വഴി വരുന്നവരെയും എരുമേലിയിൽ നിന്ന് വരുന്നവരെയും ഒരുമിച്ച് ഒരു ക്രമീകരണം ഉണ്ടാക്കാനാണ് നമ്മൾ ആലോചിക്കുന്നത്. പുല്ലുമേട് വഴി കാനനപാത താണ്ടിയെത്തുന്നവർക്ക് നേരത്തെ തന്നെ ഈ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. വനം വകുപ്പാണ് ഇവിടെ പാസ് നൽകുന്നത്. സമാനമായ രീതിയിൽ എരുമേലി മുക്കുഴിയിൽ വനം വകുപ്പ് ചെക്ക് പോസ്റ്റിൽ പാസ് നൽകാനാണ് തീരുമാനം. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ പുതിയ സംവിധാനം പ്രാബല്യത്തിൽ വരും. അരുൺ പാലോടിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. അവിരാജന്റെ സ്വന്തം ഇണങ്ങത്തി എന്ന സിനിമ റിലീസിനൊരുങ്ങുന്നു. സിനിമയിലെ 3 ഗാനങ്ങളുടെയും പ്രകാശനം തിരുവനന്തപുരത്ത് നടന്നു. ശൈലശ്രീ മീഡിയ ക്രിയേഷൻസിന്റെ ബാനറിൽ സിനിമ നിർമ്മിച്ചത് ശൈലജ ശ്രീനിവാസൻ. സംവിധാനം സോണി ജോസഫ്. മുൻ ചീഫ് സെക്രട്ടറിയും ഗാനരചയിതാവുമായ കെ ജയകുമാർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. തിരക്കഥ ഒരുക്കിയത് ശ്രീനിവാസൻ നായരും മനു തൊടുപുഴയും ചേർന്ന്. ചിത്രത്തിലെ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത് ന്യൂസ് 18 അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ സജീവ് സി വാര്യർ. ശ്രീനിവാസൻ നായരുടെ വരികൾക്ക് ഈണം പകർന്നത് അനിൽ കൃഷ്ണയും രവീന്ദ്രൻ തിരുവല്ലയും. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം. സംഗീത ലോകത്തെ മുഴുവൻ അദ്ദേഹം ദുഃഖത്തിലാക്കി. 73കാരൻ തൻ്റെ ജീവിതത്തിന് യവനിക ഇട്ടിരിക്കുകയാണ്.